ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. UAE അക്കൗണ്ടന്റ് ജോബിലേക്ക് വരുന്ന സമയത്ത് ഏത് കോഴ്സ് കഴിഞ്ഞാലാണ് ഇവിടെ കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആവുക അല്ലെങ്കിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു പീപ്പിൾസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആവുക. പ്ലസ് ഇവിടെ ജോലി അന്വേഷിക്കുന്നവർക്കും ഇൻ കേസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് എന്ത് ചെയ്യണം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. നാട്ടിൽ ഇപ്പോൾ BCom ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർ MCom ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് പഠിച്ചിട്ടാണ് UAE വരേണ്ടത്? അതല്ലെങ്കിൽ BCom കഴിഞ്ഞിട്ട് ഞാൻ നേരെ UAE വരട്ടെ, എനിക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുമായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് കമന്റ്സിൽ ഞാൻ കണ്ടു. അപ്പോൾ അവർക്കുള്ളൊരു ആൻസർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ACCA ആണോ നല്ലത്, CMA ആണോ നല്ലത്? അപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് UAE ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ CA, ഓക്കെ, ഇന്ത്യയിൽ CA ഉള്ളതുപോലെ തന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ACCA. അതായത് 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് ACCA. അപ്പം ACCA ആണ് ഇപ്പം കറന്റ് UAE ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ്. UAE ഇതുവരെ കോർപ്പറേറ്റ് ടാക്സ് ഇല്ലായിരുന്നു. ബട്ട് ഈ റീസെന്റ് ആയിട്ട് കോർപ്പറേറ്റ് ടാക്സ് കൂടെ നമ്മൾ UAE ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതുവരെ VAT മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൗ നമുക്ക് എന്തുണ്ട്, UAE കോർപ്പറേറ്റ് ടാക്സ് കൂടെ വന്നു. അപ്പം അതോടുകൂടി ACCA ഒരു സ്കോപ്പ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ACCA ആണോ CMA ആണോ നല്ലത് എന്ന് പറയുമ്പം UAE കറന്റ് സിനാരിയോയിൽ ACCA ആയിരിക്കും കൂടുതലും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ്. ഓക്കെ, നിങ്ങളിപ്പോൾ UAE വന്ന് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് ACCA. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, പേഴ്സണൽ എന്ന് പറയാൻ കാരണം ഞാൻ ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഇവിടെ ACCA കംപ്ലീറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കറന്റ് ACCA കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ ഒക്കെ ഒരു ജോബ് എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. നമ്മൾ UAE വന്ന് സ്റ്റാർട്ടിങ് ജൂനിയർ അക്കൗണ്ടന്റ് ആയി, എന്നിട്ട് അവർ പിന്നെ വീണ്ടും സീനിയർ ലെവലിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വീണ്ടും സാലറി വൈസ് ഇൻക്രിമെന്റ് കിട്ടാൻ, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസിൽ നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇതിൽ. അപ്പം ആ ക്രൈറ്റീരിയാസും ഒക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് സൈഡ് അല്ലെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയി. അവൾക്ക് ഇവിടെ BCom കഴിഞ്ഞ ആളാണ്. അവൾക്ക് ഇവിടെ 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവള് ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവള് സാലറി, ഓഫ് കോഴ്സ് അവള് സാലറി കുറച്ചുകൂടെ കൂട്ടി ചോദിക്കാം. ഓക്കെ, കാരണം 2 years ഓഫ് എക്സ്പീരിയൻസ് UAE ഉണ്ടല്ലോ. അപ്പം അവരോട് ഒരു കമ്പനിയിൽ പോയപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, MNCയിൽ ഇപ്പം കറന്റ് MNCയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ ഇപ്പം ഒരു മിനിമം ക്രൈറ്റീരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ACCA പാർഷ്യലി കംപ്ലീറ്റഡ് ആവണം. എന്താണ് ACCA പാർഷ്യൽ കംപ്ലീഷൻ? ഇതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഇൻസിഡന്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് അവിടെ 2 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ പോയി. അപ്പം അവള് ഓഫ് കോഴ്സ് അവള് ഡിമാൻഡ് ചെയ്ത സാലറി എന്തായാലും 4.5 എബോ ആയിരിക്കും. ഓക്കെ, അപ്പൊ 4.5 എബോ അവള് സാലറി ഡിമാൻഡ് ചെയ്തു. അവളുടെ കൂടെ തന്നെ ഇന്റർവ്യൂവിൽ വന്നത് ഒരു ഫ്രഷർ ആയിരുന്നു. അതായത് ആ കുട്ടിക്ക് ഇവിടെ UAE യാതൊരു എക്സ്പീരിയൻസസും ഇല്ല. ഓക്കെ, അപ്പം ബട്ട് അവളുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവൾക്ക് ACCA കംപ്ലീറ്റഡ് ആണ്. അവൾ ACCA കഴിഞ്ഞിട്ടാണ് UAE വന്നത്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ സമയത്ത് അവൾ ചോദിച്ചത്, കാരണം അവളെ സംബന്ധിച്ച് ACCA കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ഒരു ജോലിയിലേക്ക്, അത് MNC എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് സാലറി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആവാലോ, പിന്നെ അത് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല രീതിക്ക് നല്ല റേഞ്ചിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് ആ ഒരു ഫ്രഷർ വന്ന് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഇൻ UAE അവൾ ചോദിച്ച സാലറി 3.5 ആ റേഞ്ചാണ് അവൾ ചോദിച്ചത്. അവൾക്ക് എന്തുണ്ട്, ACCA ക്വാളിഫിക്കേഷനും അവൾക്കുണ്ട്. ഓക്കെ, അപ്പൊ അവൾ ചോദിച്ച സമയത്ത് MNC അവർ നോക്കിയത് 2 year എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെങ്കിൽ 4.5 എബോ ആണ് സാലറി ഡിമാൻഡ് ചെയ്തത് എന്റെ ഫ്രണ്ട്. ബട്ട് ഫ്രഷറായി വന്നത് ACCA കാര്യമാണ്, അവൾക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് അവൾ ചോദിച്ച സാലറി 3.5 ആണ്. അപ്പൊ ഓഫ് കോഴ്സ് ആ MNC പിക്ക് ചെയ്തത് ഈ ഫ്രഷറിനെയാണ്. അവിടെ ആ MNC കമ്പനി നോക്കിയത് UAE എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും അവൾ ചോദിച്ച സാലറി, എന്റെ ഫ്രണ്ട് ചോദിച്ച സാലറി 4.5 ആണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആളുടെ സൈഡിൽ നിന്ന്, കമ്പനി സൈഡിൽ നിന്ന്. അപ്പം ACCA കഴിഞ്ഞ ഒരു കുട്ടി 3.5 വില്ലിംഗ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ACCA കഴിഞ്ഞ 3.5 ഉള്ള ആളെയാണ് അവരെടുക്കുള്ളൂ. കാരണം ACCA എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ്.
അത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഒരു കുട്ടിക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവുമെന്ന് ആ കമ്പനിക്ക് അറിയാം. അപ്പൊ വിത്തിൻ 2 months ആ കുട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവരുടെ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ കമ്പനിക്ക് ഷുവറാണ്. അപ്പം അത്രമാത്രം നിങ്ങൾ ആ ഒരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം 2 year എക്സ്പീരിയൻസിൽ എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു ഓപ്ഷനും കിട്ടിയിട്ടില്ല, അവൾ അവിടെ ആക്സസ് ആയിട്ടില്ല. പകരം ഫ്രഷറായി ACCA കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ്. അതും ആ കുട്ടീനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ നിന്ന് ACCA കഴിഞ്ഞ് UAE വന്നിട്ട് ഫസ്റ്റ് അവൾ കയറുന്നത് MNC കമ്പനിയിലാണ്. ഇനി അവളുടെ ലെവൽ വിത്തിൻ 1-2 year ഇനി അവൾ വീണ്ടും സാലറി ഇൻക്രീസ് ആയി നല്ലൊരു ലെവലിൽ അവൾ പെട്ടെന്ന് എത്തും. ഓക്കെ, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാനുള്ള ഒരു കേസാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ BCom കഴിഞ്ഞിട്ട് നേരിട്ട് UAE വരാവോ, വന്നു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ACCA ആണോ നല്ലത്, CMA ആണോ നല്ലത്? ഇതിനൊക്കെയുള്ളൊരു ഒരു എന്താ പറയാ ഒരു ഇൻസിഡന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ACCA പാർഷ്യൽ ക്വാളിഫിക്കേഷൻ, പാർഷ്യലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ MNC കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ACCA പാർഷ്യലി കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഓക്കെ, അപ്പം എന്താണ് പാർഷ്യൽ കംപ്ലീഷൻ, അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്റെ കേസ് വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്റെ കേസ് എന്ന് പറയുന്നത് ഞാൻ BCom പ്ലസ് MCom ആണ്. അപ്പം ടോട്ടലി ACCAയുടെ കേസ് എടുക്കുവാണെങ്കിൽ ടോട്ടൽ 13 പേപ്പേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ACCA എന്നുള്ളൊരു സ്റ്റാറ്റസ് എനിക്ക് കിട്ടുള്ളൂ. ടോട്ടൽ 3 ലെവൽസ് ആണ് ഈ എക്സാമിനേഷൻസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നോളജ് ലെവലാണ്, സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സ്കിൽ ലെവലാണ്, ആൻഡ് തേർഡ് ലെവൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലെവലാണ്. നോളജ് ലെവലിൽ ടോട്ടൽ 4 പേപ്പേഴ്സ് ആണ് വരുന്നത്, ആൻഡ് സെക്കൻഡ് സ്കിൽ ലെവലിൽ വരുന്ന ടോട്ടൽ 5 പേപ്പേഴ്സ്, ആൻഡ് ലാസ്റ്റ് പ്രൊഫഷണൽ ലെവലിൽ വരുന്നത് 4 പേപ്പേഴ്സ്. അപ്പം MCom കഴിഞ്ഞ ആൾക്കാരുടെ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ MCom കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 5 പേപ്പേഴ്സ് എക്സെപ്ഷൻ കിട്ടും. അതായത് ഫസ്റ്റ് ലെവലിലെ 4 പേപ്പേഴ്സും നിങ്ങൾ എഴുതിയെടുക്കണ്ട, ആൻഡ് സെക്കൻഡ് ലെവലിലുള്ള സ്കിൽ ലെവലിലെ 1 പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കണ്ട. ഓക്കെ, ടോട്ടൽ 5 എനിക്ക് എക്സംഷൻ കിട്ടി കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് ലെവലിൽ ബാക്കിയുള്ള ഒരു 4 പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് 4, 5, 4 ഇതാണ് ഇതിന്റെ ഒരു ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ലെവൽ എനിക്ക് എഴുതണ്ട, ഓൾറെഡി ഞാൻ ക്വാളിഫൈഡ് ആയതുപോലെ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ലെവലായ സ്കിൽ ലെവലിൽ 1 പേപ്പർ എഴുതണ്ട, ബാക്കി 4 പേപ്പേഴ്സ് ഞാൻ എഴുതിയെടുക്കണം. ഓക്കെ, ഈ 4 പേപ്പർ ഞാൻ എഴുതിയെടുത്ത് കഴിഞ്ഞാലാണ് എന്നെ പാർഷ്യലി ക്വാളിഫൈഡ് ACCA എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും. അതായത് ഞാൻ ഇപ്പോൾ 4 പേപ്പർ എഴുതിയെടുത്ത് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ACCAയുടെ. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാർഷ്യലി ക്വാളിഫൈഡ്. ഓക്കെ, ഇതാണ് പാർഷ്യൽ ക്വാളിഫിക്കേഷൻ ഓഫ് ACCA എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർഷ്യലി ക്വാളിഫൈഡ് ആയുള്ള ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. MNCയിൽ കറന്റ് UAEയിൽ MNCയിൽ ബേസിക് ക്രൈറ്റീരിയ, മിനിമം ക്രൈറ്റീരിയ എന്ന് പറയാം. അവർ മിനിമം ക്രൈറ്റീരിയ ആയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കുന്ന ആൾക്കാരെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയ കറന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിമം എന്താണ് ACCA പാർഷ്യലി ക്വാളിഫൈഡ് ആണോ അല്ലയോ, അതാണ് അവരുടെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാ കമ്പനീസിനെയും ഞാൻ എടുക്കുന്നില്ല. ഇപ്പൊ UAE ഒരു 100 കമ്പനീസ് ഉണ്ടെങ്കിൽ 100 കമ്പനീസിന്റെ കേസും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളത് ഉറപ്പായിട്ട് മൈൻഡിൽ വെക്കണം. എൻ്റെ കേസും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അബൌട്ട് 10 ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. ഇവർ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അക്കൗണ്ട്സ് ഫീൽഡിൽ. എനിക്ക് തോന്നുന്നു 10 to 15 എനിക്ക് അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ടോട്ടൽ 15 നമുക്ക് നോക്കാം, ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, 15 ആൾക്കാർ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരിവിടെ ചില ഫ്രണ്ട്സ് ഇവിടെ 4 year ആയി, 5 year ആയി, 6 year ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അതുപോലെ 2 year ആയിട്ടുള്ളതും എന്നെ പോലെ 1 year ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ UAE എന്ന് പറയുമ്പോൾ അവർക്ക് മൊത്തത്തിൽ ഈ ഒരു UAEയുടെ ട്രെൻഡ് കറന്റ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ കേസും അവർ ഷെയർ ചെയ്ത ഇൻഫർമേഷനും എൻ്റെ എക്സ്പീരിയൻസും ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞു വരുന്നത് 100 കമ്പനീസ് ഉണ്ടെങ്കിൽ 100 കമ്പനീസും ഇതാ ACCA എക്സ്പീരിയൻസ് മിനിമം പാർഷ്യലി ക്വാളിഫൈഡ് ആണ്, ഇതാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ചില ആൾക്കാരെങ്കിലും ഞാൻ പറയുന്നതിന് ശേഷം താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഫാൾസ് ഇൻഫർമേഷൻ പാസ് ചെയ്യില്ലേ. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈ എക്സ്പീരിയൻസിൽ നിന്ന് നാളെ ഒരാൾക്കോ 2 ആൾക്കോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് എന്നെ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട്. ഓക്കെ, ഞാൻ ഇവിടെ ജോലി നോക്കിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു കൂടുതൽ കോഴ്സിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എത്ര ബെനിഫിറ്റ് ആവുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേര് എൻ്റെ മുമ്പിൽ ഉണ്ടാവാം. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ. ഓക്കെ, ഇപ്പം ഇവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ പറഞ്ഞു UAEയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ACCAയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് PG കഴിഞ്ഞതാണ്. അവൾ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 years ആയി. അപ്പോൾ അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ ഓൺലൈനായിട്ട് എന്താണ് ACCAയിൽ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി അവൾ നാളെ ഒരു ജോലിയിലേക്ക് ഇപ്പൊ ജോബ് സെർച്ചിങ്ങിലാണ് അവളുള്ളത്. അപ്പൊ അവൾക്ക് ബയോഡാറ്റയിൽ ACCA പെർസ്യൂ എന്ന് കാണിക്കാം. അല്ലെങ്കിൽ അവൾക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൾക്ക് പറയാം ഞാൻ ACCAയിൽ 6th പേപ്പർ എൻട്രി ചെയ്യാൻ പോവാണ്, പ്രിപ്പയർ ചെയ്യാണ്, പെർസ്യൂയിങ് ആണ്. കാരണം ഈ 5 പേപ്പേഴ്സ് അവൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവൾ എഴുതിയെടുത്തതിന് ഈക്വൽ ആണ്. ഓക്കെ,
അപ്പം അവൾക്ക് എന്ത് പറയാം, ഓഫ് കോഴ്സ് ഞാൻ ACCA പെർസ്യൂ ചെയ്യുന്നതാണ്, അതുപോലെ 6th പേപ്പറാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. സോ അത് ഓക്കെ. അപ്പം ഇത് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് UAE-ലും ഇന്ത്യയിലും എവിടെയും അവൈലബിൾ ആണ്. കാരണം മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് കൂടുതലും ഈ ഒരു ACCA-യുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് അവർക്ക് ടൈമില്ല. ഒരു 9 to 6 ആണ് അവരുടെ വർക്കിംഗ് ടൈം എങ്കിൽ അവർക്ക് പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെർച്വൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് വേണം, ഇവിടെ ഇപ്പം UAE-ൽ കറന്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, നമുക്ക് കരിയർ ഗ്രോത്ത് വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ACC ആണ്. UAE-ലെ സിനാരിയോ വെച്ചാണ് ഞാൻ പറയുന്നത് ACC is the best option in my personal opinion. Okay. സോ ഇന്നത്തെ ടോപ്പിക് നമ്മളുടേത് ACCA ആണോ ബെറ്റർ, CMA ആണോ ബെറ്റർ, അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് വന്നാലാണ് UAE-ൽ കൂടുതൽ അക്കൗണ്ടന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മളുടെ സ്കോപ്പ് കൂടുക കുറയുക, ജസ്റ്റ് BCom കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ, അല്ലെങ്കിൽ MCom ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സിന്റെ ഒരു കംപ്ലീറ്റ് ആൻസർ ആണ് ഞാനിന്ന് തന്നത്. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ്സ് ബെറ്റർ ടു ഡു ACCA, ഇറ്റ്സ് ബെറ്റർ ടു കംപ്ലീറ്റ് ACCA. കാരണം UAE-ലെ കറന്റ് സിനാരിയോയിൽ ACCA-യുടെ സ്കോപ്പ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് റീസെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ആയത്. ഓക്കെ, ഇതുവരെ ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് ഇല്ലായിരുന്നു. സോ ACCA എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. സോ UAE-ൽ കറന്റ്ലി അതിനാണ് കൂടുതലും സ്കോപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടാണ് നിങ്ങൾക്ക് ഉള്ളത്, അതൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്ക് അതുമായിട്ട് വരുന്നതാണ്. ആൻഡ് കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം, കാരണം അതെനിക്ക് കുറച്ച് ടൈം നിങ്ങൾ തരണം. കാരണം ഞാൻ ടോട്ടലി 5 ഇന്റർവ്യൂസ് ആണ് അറ്റൻഡ് ചെയ്തത്. അപ്പം എനിക്ക് അവിടുന്ന് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 5 ഇന്റർവ്യൂസിൽ മാക്സിമം പോയാൽ ഒരു 30-20 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഓർമ്മയുള്ളതും ഞാൻ നോട്ട് ചെയ്തതും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരു എക്സ്പീരിയൻസും എനിക്ക് നോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ എനിക്ക് ആഡ് ഓൺ ചെയ്തിട്ട് വേണം ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾ അത് നോട്ട് ചെയ്യുള്ളൂ. സോ ഒരു ഓവറോൾ എല്ലാവരോടും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറന്റ് UAE-ൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ വെറുതെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത് പോവുക, അതിന് പകരം നിങ്ങൾ കരിയർ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ you should definitely do or complete ACCA. ഓക്കെ, ബിക്കോസ് ഓൺലൈൻ നിങ്ങൾക്ക് ചെയ്യാം, അത് അവൈലബിൾ ആണ്. സോ നമ്മുടെ ലൈഫ് നല്ല ഗ്രോത്ത് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ UAE-ൽ ഇവിടെയുള്ള ആൾക്കാരും ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. ആൻഡ് പ്ലസ് നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാർ UAE-ലേക്ക് ജോബ് നോക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ACCA then you should come here and search job. You will definitely get a good job here with a high package. അത് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് എ യൂസ്ഫുൾ വീഡിയോ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ഷുഡ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഐ തിങ്ക് ഒരു 99.9% ഞാൻ റിയാക്ട് ചെയ്തിട്ട് റിപ്ലൈ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ട്സിന്. നിങ്ങളുടെ ഓരോ ഡൗട്ട്സും എനിക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ച് എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, so thank you. If you like my video, you should subscribe and like my channel. Thank you so much, guys. Bye.